അടുത്ത വാർത്ത എന്താണ് അശ്വതി? തിരുവല്ലം ക്ഷേത്രത്തിലേക്കാണ്. അവിടെയും വ്യാപക തിരുവല്ലം പരശുരാമ ക്ഷേത്രം വളരെ അടുത്താണ്, നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് അടുത്താണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം, കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം. അതെ അതെ അതെ. അവിടെയും വ്യാപക ക്രമക്കേടാണ്. അവിടെ CITU നേതാക്കൾ ക്ഷേത്രത്തിൽ നിന്ന് തട്ടിയെടുത്തത് എത്ര രൂപയാണെന്ന് അറിയാവോ? 22 ലക്ഷത്തോളം രൂപയാണ്. ഈ ക്രമക്കേട് പുറത്തു വന്നത് ഓഡിറ്റ് റിപ്പോർട്ടിലാണ്. തട്ടിപ്പ് നടത്തിയ CITU നേതാക്കളെ സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡ്. അതൊരു ശരിയായ കാര്യമല്ല, യെസ്, നമുക്കറിയാലോ. ഇനിയിപ്പോ ഈ പ്രധാനപ്പെട്ട ഇതിൽ ആരോപണ വിധേയരായ ദേവസ്വം മുൻ കമ്മീഷണർ CN രാമൻ, ഉദ്യോഗസ്ഥ SS സന്ധ്യ എന്നിവർക്കെതിരെയാണ് ഗുരുതര കണ്ടെത്തൽ. ജനം എക്സ്ക്ലൂസീവ് ആ റിപ്പോർട്ട് കാണാം. പരശുരാമ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ഓഡിറ്റ് വിഭാഗം 2022 ഏപ്രിൽ മാസത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാപക തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത്. 2019 മുതൽ 21 വരെയുള്ള കാലയളവിൽ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന CN രാമൻ, SS സന്ധ്യ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഇനങ്ങളിൽ നിന്നും തട്ടിയെടുത്തത് 23 ലക്ഷത്തിലധികം രൂപ. ക്ഷേത്രത്തിലെ കാണിക്കപ്പണം മുതൽ കെടാവിളക്കിലെ എണ്ണയിലും പ്രഭാത കഞ്ഞിയിലും അടക്കം കൈയിട്ട് വാരിയെന്നതിന് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്ന ഓഡിറ്റ് രേഖകൾ സാക്ഷ്യം പറയും. രജിസ്റ്ററുകൾ രേഖപ്പെടുത്താതെയും മഹസറുകൾ തയ്യാറാക്കാതെയും എല്ലാമായിരുന്നു CITU നേതാക്കളുടെ തട്ടിപ്പ്. ക്രമക്കേടുകൾ ഓഡിറ്റ് വിഭാഗം ദേവസ്വം ബോർഡിനെ അറിയിച്ചെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ല. തട്ടിപ്പ് മറച്ചുവെക്കുന്നതിന്റെ ഭാഗമായി അന്നത്തെ ഓഡിറ്റ് നടത്തിയ ഉദ്യോഗസ്ഥയുടെ കൈപ്പടയിലുള്ള ഓഡിറ്റ് രേഖകൾ ദേവസ്വം ബോർഡ് പൂഴ്ത്തി. ഇടതനുഭാവികളായ ഉദ്യോഗസ്ഥരെ കൊണ്ട് റീ ഓഡിറ്റ് നടത്തി CN രാമൻ നിന്ന് 70,000 രൂപയും SS സന്ധ്യയിൽ നിന്ന് 56,000 രൂപയും മാത്രം ഈടാക്കി സംഭവം തീർക്കുകയും ചെയ്തു. ക്ഷേത്ര ഫണ്ട് അപഹരിച്ചാൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണമെന്നതാണ് വ്യവസ്ഥ. ഇതിന് ദേവസ്വം ബോർഡ് തയ്യാറായതുമില്ല. CN രാമന് പിന്നീട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായും ദേവസ്വം കമ്മീഷണറായും സ്ഥാനക്കയറ്റവും നൽകി. SS സന്ധ്യ നിലവിൽ ദേവസ്വം ബോർഡ് അംഗം PD സന്തോഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. തട്ടിപ്പ് നടത്തിയ CITU നേതാക്കളെ സംരക്ഷിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ വഴിവിട്ട ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ജനം TV പുറത്തുവിടും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. പ്രജിത്ത് ഉണ്ടല്ലേ? പ്രജിത്ത് തത്സമയം ചെയ്യുന്നുണ്ട്. പ്രജിത്ത് വിടരുത് ഈ അമ്പല കൊള്ളക്കാരെ ഒരു കാരണവശാലും. അതെ, അമ്പലം വിഴുങ്ങിയാൽ ഒരു കാരണവശാലും വിടരുത്. ഈ രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കുന്നവർ അല്ലേ? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അമ്പലം ഒന്നുമല്ല. അല്ല, എന്തിനാണ് ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ് എന്നാണ് എന്റെ ചോദ്യം. അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായ ക്രമക്കേടുകൾ പുറത്തു വന്നിട്ടും എന്തിനാണ് ഈ CITU നേതാക്കളെ സംരക്ഷിക്കുന്നത്? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? മറിച്ച് സ്ഥാനക്കയറ്റമാണ് നൽകിയിരിക്കുന്നത്. പ്രജിത്ത്, ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ക്രമക്കേടുകൾ അതെന്തൊക്കെയാണ്? മറിച്ച് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നായ തിരുവല്ലം ക്ഷേത്രത്തിലാണ് ഇവർ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ജോലി എടുത്തിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നത്. അതായത് 2019 മുതൽ 21 വരെയുള്ള കാലയളവിൽ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ഈ CN രാമനും SS സന്ധ്യയും. ഈ രണ്ട് പേരുടെയും കാലത്ത് നടന്നിട്ടുള്ള തട്ടിപ്പുകളെക്കുറിച്ച് 2022 ഏപ്രിൽ മാസം നടത്തിയ ഓഡിറ്റിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 23 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഈ രണ്ട് പേരും കൂടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അന്നത്തെ ഓഡിറ്റിൻ്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. അതിൽ കണ്ടെത്തലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഖേദം തോന്നും, കാരണം സങ്കടമൊക്കെ തോന്നും. കാരണം ക്ഷേത്രത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന കഞ്ഞിയിൽ വരെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ ഒഴിക്കുന്ന എണ്ണയിൽ വരെ ക്രമക്കേട് നടന്നിട്ടുണ്ട്, വഴിപാട് പണത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് പേരുടെയും ഭാഗത്ത് നിന്ന് ഏതാണ്ട് 23 ലക്ഷം രൂപയോളം രണ്ടുപേരും ചേർന്ന് തട്ടിക്കെടുത്തു എന്നുള്ളത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തുകയുണ്ടായി. പക്ഷേ ഈ സാധാരണഗതിയിൽ ഇത്തരമൊരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത്തരമൊരു കണ്ടെത്തലുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടിക്ക് നടക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിലെ ഒരു നിയമം എന്നുള്ളത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ വ്യവസ്ഥ എന്നുള്ളത്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാകട്ടെ ഇത്തരമൊരു കണ്ടെത്തലുണ്ടായിട്ടും ഈ ഏതെങ്കിലും രീതിയിൽ ഒരു ക്രിമിനൽ കേസ് കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്കും പോയില്ലെന്ന് മാത്രമല്ല ഈ ഓഡിറ്റ് റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ ഇത്തരമൊരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ ഓഡിറ്റ് റിപ്പോർട്ടിന് വിവിധ സ്റ്റേജുകളുണ്ട്, വിവിധ തലങ്ങളിൽ അത് ആ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷമാണ് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിശോധനകളിൽ തട്ടിപ്പുകൾ നടക്കാനുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കടന്നുകൂടാനുള്ള സാധ്യത എന്നുള്ളത് വളരെ വിരളമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോരുത്തരും ഏതാണ്ട് 10 ലക്ഷം രൂപയിൽ പുറത്ത് രണ്ടുപേരും ഒറ്റയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായി തന്നെ തട്ടിപ്പ് നടത്തിയെന്നുള്ള കണ്ടെത്തൽ വരുന്ന സാഹചര്യമുണ്ടായി. ഇത് പിന്നീട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ CITU നേതാക്കളെ കൊണ്ട് തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് ശേഷം മറ്റൊരു തട്ടിക്കൂട്ട് ഓഡിറ്റ് നടത്തുകയും ആ ഓഡിറ്റ് നടത്തിയതിന് ശേഷം രണ്ട് പേരുടെയും കയ്യിൽ നിന്ന് അതേണ്ട കൃത്യമായി പറയുകയാണെങ്കിൽ ഈ CN രാമനിൽ നിന്ന് 70,000 രൂപയും
SS സന്ധ്യയിൽ നിന്ന് 56,000 രൂപയും മാത്രം ഈടാക്കിക്കൊണ്ട് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അതങ്ങ് ഒതുക്കി തീർക്കുന്ന സാഹചര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ CN രാമൻ ദേവസ്വം ബോർഡിലെ CITU സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്. അതോടൊപ്പം തന്നെ SS സന്ധ്യയും സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച നേതാവുമാണ്. അപ്പോൾ ഇങ്ങനെ കേസ് ഒതുക്കി തീർക്കുകയും ഈ തട്ടിപ്പ് ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ പൂഴ്ത്തുകയും ചെയ്ത സാഹചര്യമുണ്ടായി. പിന്നീട് വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്ന് ഓഡിറ്റ് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സ്വന്തം കൈപ്പടയിലുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വരുമ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ ആഴവും അത് മറച്ചു പിടിക്കാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ വഴിവിട്ട ഇടപാടുകളെക്കുറിച്ചും പുറത്താകുന്നത്. പിന്നീട് ഈ പറയുന്ന CN രാമനെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായും ദേവസ്വം കമ്മീഷണറായിട്ടുമൊക്കെ സ്ഥാനക്കയറ്റം കൊടുത്തു എന്നുള്ളതാണ്. ആ സ്ഥാനക്കയറ്റത്തിലും ഒരുപാട് വഴിവിട്ട ഇടപാടുകൾ നടന്നു ാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SS സന്ധ്യയാകട്ടെ പിന്നീട് തിരുവല്ലം ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ചുമതലയിലേക്കും ഇടക്കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില ചുമതലകളിലേക്കും അവർ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇപ്പോൾ നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള PD സന്തോഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും ഈ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥയെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇതിനിടയിൽ ഈ CN രാമനുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റം, അദ്ദേഹത്തെ ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ കേസ് നടക്കുകയും പിന്നീട് പിരിച്ചുവിടുന്ന സാഹചര്യവുമുണ്ടായി. പക്ഷേ അപ്പോഴും അദ്ദേഹം അടക്കമുള്ളവർ വാങ്ങിയെടുക്കുന്ന പെൻഷൻ തുക എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായിട്ടും ആ ലയബിലിറ്റി അത് ഇവരിൽ നിന്ന് പിടിച്ചെടുക്കാനോ ഇവരുടെ പെൻഷൻ തുകയിൽ നിന്നോ ശമ്പളത്തിൽ നിന്നോ ഇവരുടെ സ്വത്തുക്കളിൽ നിന്നോ കണ്ടുകെട്ടാനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഒരു വശത്ത് ഇത്തരം തട്ടിപ്പുകൾ നടക്കുമ്പോൾ, അത്തരം ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ CITUവിൻ്റെ ഒക്കെ നേതാക്കളാകുന്ന സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ആ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുന്നു. അതേസമയം മറുവശത്ത് അവർക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക്, ഉന്നത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കാതലായ അധികാര കേന്ദ്രങ്ങളിലേക്ക് അവർക്ക് സ്ഥാനക്കയറ്റവും നൽകുന്ന വിചിത്രമായ നിലപാടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ അതിലൊന്നും വിചിത്രം എന്ന് പറയരുത്. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം ഇതിൻ്റെയൊക്കെ വിഹിതം ഉന്നതങ്ങളിൽ എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടുന്നത്, അവർക്ക് പ്രൊമോഷനുകൾ ലഭിക്കുന്നത് ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. നോക്കൂ, ഇവരൊക്കെ ദൈവവിശ്വാസികളല്ല, അല്ലേ, ഭക്തന്മാരല്ല. പക്ഷേ ഇവർക്ക് ഈ ഭണ്ഡാരം അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതെ, അവരുടെ വീക്ക്നെസ്സാണ്. ആ പണം അവർക്ക് അടിച്ചു മാറ്റണം. അതിനാണ് ഇവരൊക്കെ തുടരുന്നത്, ദേവസ്വത്തിൽ തുടരുന്നത്. അല്ലാതെ CITU നേതാക്കന്മാർക്കൊക്കെ എന്താ കാര്യം ദേവസ്വം ബോർഡിൽ? അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്, മഹസർ റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഒന്ന് ഓർമ്മിച്ചു കൊടുക്കണം. എനിക്ക് ഇതെല്ലാം ഡിജിറ്റലാക്കണം, ഇതെല്ലാം ഡിജിറ്റലാക്കും. ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം പൂഴ്ത്താൻ പറ്റുന്നത് എങ്ങനെയാണ്, അല്ലേ? ഇത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നില്ല, മഹസറിൽ രേഖപ്പെടുത്തുന്നില്ല. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് വിചിത്രമാണ് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു അട്ടിമറി നടത്തിയാൽ, അല്ലെങ്കിൽ അഴിമതി നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു കള്ളത്തരം കാണിച്ചാൽ ഒരു ചെറിയ സസ്പെൻഷൻ, അതിന് പിന്നാലെ ഒരു സ്ഥാനക്കയറ്റം, അത് ഉറപ്പാണ്. അത് നമ്മുടെ ദേവസ്വം ബോർഡ് നൽകുന്ന ഉറപ്പാണ്. അതിനുശേഷം നല്ല പെൻഷനും കിട്ടും. ഈ അതുകൊണ്ടാണ് ദേവസ്വം വിടാത്തത്. ദേവസ്വം വകുപ്പ് സാധാരണ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ആണ് വിട്ടുകൊടുത്തിരുന്നത് ദേവസ്വം വകുപ്പ്. ഇപ്പോൾ നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രനൊക്കെ ദേവസ്വം മന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. പക്ഷേ CPM ഇപ്പോൾ നേരിട്ട് അത് കൈകാര്യം ചെയ്യുന്നത് അതിൽ ഉള്ള സമ്പത്ത് കണ്ടുകൊണ്ട് തന്നെയാണ്, ദേവസ്വം സമ്പത്ത് കണ്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ കൈയിട്ട് വാരി അയ്യപ്പൻ്റെ സ്വത്തുവകകൾ പോലും കവർച്ച ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി. സ്വത്തുവകകൾ മാത്രമല്ല, സ്ഥലമായിക്കോട്ടെ, ജനങ്ങൾ സമർപ്പിക്കുന്ന കാണിക്ക ആയിക്കോട്ടെ, എല്ലാത്തിലും. ഗുരുവായൂരിലെ ആ കുന്നിമണിക്ക് പോലും രക്ഷയില്ല. മഞ്ചാടിക്കുരുവിൽ വരെ കൈയിട്ട് വാരി എന്നാണ് നമ്മൾ പുറത്തുവിട്ട റിപ്പോർട്ട്. അങ്ങനെ ഒരുപാട്